ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമല്ല, മനുഷ്യരും മുയലുകളും തമ്മിൽ നീണ്ടകാലം നടന്ന ഒരു യുദ്ധത്തെപ്പറ്റി കേട്ടിട്ടുണ്ടോ? സംഭവം ഓസ്ട്രേലിയയിലാണ്. 1859 തോമസ് ഓസ്റ്റിൻ എന്ന ബ്രിട്ടീഷ് ഫാർമർ ഓസ്ട്രേലിയയിലേക്ക് പോയപ്പോൾ 24 മുയലുകളെയും കപ്പലിൽ കൂടെ കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റിൽ ആ മുയലുകളെ തുറന്നുവിടുകയും ചെയ്തു. ലണ്ടനിൽ തന്റെ പ്രധാന വിനോദമായ റാബിറ്റ് ഹണ്ടിങ് ഇവിടെയും ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. പക്ഷേ മറ്റു രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ പുലി, കടുവ എന്നിങ്ങനെയുള്ള പ്രിഡേറ്റേഴ്സ് ഇല്ലാത്തതുകൊണ്ടും മുയലുകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥയായതുകൊണ്ടും ഈ മുയലുകൾ പെറ്റുപെരുകി. ഏകദേശം 30 വർഷം കൊണ്ട് മില്യൺ കണക്കിന് മുയലുകളായി ഓസ്ട്രേലിയയുടെ ഏകദേശം 80% അവ കയ്യേറി. കണ്ണിൽ കാണുന്ന ചെടിയും പുല്ലും മരത്തിന്റെ തൈകളും എല്ലാം തിന്നു തീർത്തു. ഗവൺമെന്റും നാട്ടുകാരും പല വഴികളും നോക്കി. കൂട്ടത്തോടെ വെടിവെച്ചു. എന്നിട്ടും രക്ഷയില്ല. അവസാനം മിക്സോമാറ്റോസിസ് എന്ന ഒരു വൈറസ് ഡെവലപ്പ് ചെയ്തിട്ട് അത് കുത്തിവെച്ചു. അതിൽ ലക്ഷക്കണക്കിന് മുയലുകൾ മരിച്ചെങ്കിലും അതിൽ നിന്ന് സർവൈവ് ചെയ്ത മുയലുകൾ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു. പിന്നെ സ്വാഭാവികമായിട്ടും വൈറസ് ഏൽക്കാതെയായി. പിന്നീട് 1990-ൽ RHD എന്ന് പറയുന്ന ഒരു പുതിയ വൈറസിനെ ഓസ്ട്രേലിയ ഡെവലപ്പ് ചെയ്യുകയും മുയലുകൾ ഇന്റേണൽ ബ്ലീഡിങ് വന്ന് ചാവാൻ തുടങ്ങി. മൊത്തമായി എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇന്ന് ഓസ്ട്രേലിയയുടെ മാപ്പിൽ നോക്കിയാൽ വരണ്ട മരുഭൂമി പോലെ കാണുന്ന കുറച്ച് പ്രദേശങ്ങൾ, അതിന് ഒരു കാരണക്കാർ ഈ മുയലുകളും കൂടിയാണ്.